കോമഡി മാസ്റ്റർ. ചിരിക്കാൻ പ്രേക്ഷകർ റെഡി ആണെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ റെഡി ആണെങ്കിൽ പിന്നെ നമുക്കൊരു തട്ടുകടയിലേക്ക് പോവാം. ഇന്നത്തെ തമാശ മൊത്തം ഇരിക്കുന്ന തട്ടുകടയിൽ. കറക്റ്റ് സമയമാണ് അല്ലേ? 9 മണി സമയം എന്ന് പറയുന്നത് തട്ടുകട. ശരി, അപ്പൊ നമുക്ക് തട്ടുകടയിൽ പോയിട്ട് ബാക്കി വിശേഷം. വേഗം കഴിക്കാന്നേ. ഈ ചെറുക്കനൊരു സാധനം ഇപ്പൊ കഴിക്കുന്നില്ലെന്നേ. പൊറോട്ട കഴിക്കുന്നു. കഴിക്കു വേഗം. ഇരിക്കണ ഇരുത്തം നോക്കിയാണ്. എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോഴല്ലേ വന്ന്. എടാ ബാബു, നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ കേക്കിനോടാ പറഞ്ഞത്. ഈ കട തുടങ്ങി അന്ന് ഈ പാത്രത്തിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ കല്യാണ പ്രായമായ 3 പെമ്മക്കളുള്ള ഒരു അമ്മയുടെ അവസ്ഥയാണ് എനിക്ക്. ആരുടെങ്കിലും കൂടെ ഇറങ്ങി പൊക്കൂടെ? ആരോട് പറയാ? ചേച്ചി, ഇന്ന് കടയിൽ ടാങ്കർ ലോറിയിലാണല്ലേ വെള്ളം കൊണ്ടുവന്നത്? എടാ, നിനക്കെങ്ങനെയാണ് അത് മനസ്സിലായേ? അത് പൊറോട്ടയിൽ ഒഴിച്ച സാമ്പാറിന്റെ ഓട്ടം കണ്ടപ്പോ മനസ്സിലായി. എടാ, ഞാൻ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ടടാ, നീ നോക്ക. പറയാം. സതീശൻ, രമേശൻ, തുടങ്ങി അവന്റെ. അല്ലെങ്കിലും പറ്റിന്റെ കാര്യം പറയുമ്പോ അവനൊരു ഭൂവും വിട്ടോണ്ടൊരു പോക്ക. പിന്നെ ആ ഭൂ ഇവിടെ കടന്ന് ഇങ്ങനെ കറങ്ങും. എടാ, ഞാൻ പലരുടെയും ഭൂ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ ഭൂ അയ്യോ. നിങ്ങൾ പറ്റി പറ്റി ഞാൻ പറയാം, നീ വാ. ഇന്നലെ വരെയുള്ള നിന്റെ പറ്റി 190 രൂപ. ഇന്നലത്തെ പറ്റി അവിടെ ഇരിക്കട്ടെ, ഇന്നത്തെ കണക്ക് പറയാം. ഇന്ന് പൊറോട്ടയും കറിയും വടയൊക്കെ കൂടി 90 രൂപ. എന്നാ ഇന്നത്തെ കണക്ക് ഇന്നലത്തെ കണക്കിന്റെ കൂടെ എഴുതിക്കോ. അവര് ഒരുമിച്ചിരിക്കട്ടെ, അവർക്കല്ലേ ഈഗോ അടിക്കും. നിനക്ക് പറ്റ എഴുതി 200 പേജുള്ള എന്റെ പറ്റ് ബുക്ക് തീർന്നു കേട്ടോ. ബുക്ക് തീർന്നു എന്നാ പറയണ്ടേ? അപ്പുറത്തെ രായന്റെ കടയിൽ നിന്ന് എന്റെ പറ്റിയൊരു പറ്റ് ബുക്ക് അങ്ങ് വാങ്ങ്. എനിക്ക് പറ്റിയതോ പറ്റി, ഇനി രായനും കൂടി പറ്റാനല്ലേ? പറ്റില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് സമയമില്ല, ഞാൻ പോണ്. എടാ ബാബു, നീ അങ്ങനെ തെറ്റി പോവാതെടാ. എടാ, ഇന്ന് പൊറോട്ടയോടെ ഞാൻ തന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇന്ന് ചമ്മന്തി ഉണ്ടായിരുന്നോ? എടാ, ഞാൻ ആ ഗ്ലാസ്സിൽ കൊണ്ട് വെച്ചിട്ടില്ലേ? അത് ചമ്മന്തി ആയിരുന്ന, ചായ ഇല്ലേ? ചുമ്മാ അല്ല, നെഞ്ചെറിഞ്ഞ് ചമ്മന്തി ഇറങ്ങിയത്. അല്ല ചേച്ചി, ചേച്ചിയുടെ ചമ്മന്തി ഒരൊറ്റ കറി മതി എല്ലാം കൊണ്ട് കളയാൻ. ചേച്ചി, ഒരു കേക്ക്. എന്താ പറഞ്ഞേ? ഒരു മഞ്ഞ കേക്ക്. ഒടുവിൽ അങ്ങനെ ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടാൻ പറ്റി. കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ കെട്ടിച്ചു വിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒളിച്ചോട്ടം അതെനിക്കിഷ്ടമാണ്. കൊച്ചിനെ വിളിച്ചിറക്കിയെടുത്ത് തന്നെ കൊണ്ടാക്കടാ. അവനെപ്പോഴേക്കും എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് പോകുന്നു. വേഗം നീ അങ്ങ്. ചേച്ചി, ഒരു 10 പൊറോട്ട. 10 പൊറോട്ട ഞാൻ തരാം. നിനക്ക് കറി എന്തോ വേണം? കറിയൊന്നും വേണ്ട. കറിയൊക്കെ വേണം. ചേച്ചി, കറിയൊന്നും വേണ്ടെന്നേ. വേണം, നീ കൊണ്ടുപോടാ. എന്താ പൊറോട്ട? ചേച്ചി, കഴിക്കാനല്ല, തലയിൽ തലച്ചുമടായി വെക്കാനാ. നല്ല ഉറങ്ങിയിരിക്കും. ഇതിന്റെ അടിയിലോട്ട് വെച്ചോ. നിനക്ക് ഇവിടുന്ന് പൊറോട്ട ഇല്ല, കറിയില്ല. അവനങ്ങ് രാവിലെ തന്നെ വന്നോളും. കുറെ എണ്ണം കൊട്ടയെ വെട്ടി. ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ഷിബു, പഴങ്ങഞ്ഞി ഷിബു. അതിന്റെ ഫ്രണ്ടിലൊരു പഴം ചേർത്താ പോരെ? പഴങ്കഞ്ഞി. ഇതാണ് ഞാൻ പറഞ്ഞ ആ പീറ തട്ടുകട. ഇവള് സന്ധ്യ ആകുമ്പോ ഇവളുടെ വണ്ടി എടുത്ത് എന്റെ വീടിന്റെ മുന്നിലോട്ട് വരും. അപ്പൊ സന്ധ്യ ആകുമ്പോ വന്നിട്ട് രാവിലാണല്ലേ പോന്നേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എടാ ഷിബു, ഇതാണ് എന്റെ വീട്. ഇത്രയും നല്ലൊരു വീടിന്റെ അടുത്ത് ഇവളുടെ ഈ പാട്ട് തട്ടാട നിൽക്കുന്നത് എനിക്കിഷ്ടല്ല. അത് മാത്രല്ല, ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നവരുടെ ചിരിയും ബഹളവും എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. സത്യം പറഞ്ഞ കണ്ണുകടി. എടാ, ഇവളോട് എത്ര തവണ പറഞ്ഞു ഇവിടുന്ന് മാറാൻ?
ഇനി നീ വേണം അവളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ. അതിനു മുന്നേ ഞാൻ കൊച്ചച്ഛനെ വിളിക്കട്ടെ. എടാ നിന്റെ കൊച്ചച്ഛൻ നിന്നെക്കാളും വലിയ ഗുണ്ടയാണ്. കൊച്ചമ്മയല്ലേ എന്റെ കൊച്ചമ്മ. അപ്പൊ കൊച്ചമ്മന്റെ ഭർത്താവല്ലേ എന്റെ കൊച്ചച്ഛൻ. നീ അങ്ങേരൊന്നും വിളിക്കാതെ പോയി ഒഴിപ്പിക്കടാ. ഞാൻ എന്റെ കത്തി ഒന്ന് രാകട്ടെ. കത്തിക്ക് അധികം മോശമില്ല. കൊച്ചമ്മേ ഒരു 2000 രൂപ ഉണ്ടാവോ കത്തി രാകാന്? കത്തി തേച്ചാ മതി, എന്നെ തേക്കാൻ നിക്കണ്ട കേട്ടാ. ഏറ്റില്ല. ഒറ്റ വെട്ടിനെ കൊല്ല്. കൊയ്യും കാലും 2 പീസാക്ക്. വെട്ടി വെട്ടി ആ പീസൊക്കെ അങ്ങോട്ട് മാറ്റിയിട്. കൊച്ചമ്മ പറഞ്ഞത് കേട്ടോ, എന്നെ ഒറ്റ വെട്ടിന് കൊണ്ടിട്ട് എന്നെ കയ്യും കാലും പീസാക്കുമെന്ന്. നിങ്ങളോട് ഒഴിപ്പിക്കാനല്ലേ പറഞ്ഞു. പോ. ഷോ ഇനി എന്തോ ചെയ്യണമെന്നോ? കുറച്ച് ചിക്കൻ മസാല ഇടടി, എന്നാലല്ലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂ. കോഴി കൊല്ലണ കാര്യാണോ പറഞ്ഞേ? ഇപ്പൊ മനുഷ്യവിടെ പെടഞ്ഞു വീണ് ചത്തേനെ. എന്താ മീശയുടെ പേര്? മുട്ടത്തറ ലാൽ. ഒരു മിനിറ്റ്. ഇത് മീശ വളരാനുള്ള വളാണ്. അല്ല താൻ ആരാ? എന്നെ അറിയില്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. മരിച്ചുപോയ ഗുണ്ട ബിനുവിനെ അറിയോ? അയ്യോ അറിയാം. അവന്റെ അടുത്ത് ചോദിച്ചാ മതി ഞാനാരാന്ന്, അവൻ പറഞ്ഞുതരും. മനസ്സിലായില്ല. മരിച്ചുപോയ ഗുണ്ട ബിനുവിനെ അറിയോ? അറിയാം. അവന്റെ അടുത്ത് ചോദിച്ചാ മതി ഞാനാരാന്ന്. എടോ മരിച്ചുപോയ ആളോട് ഞാൻ എങ്ങനാടാ ചോദിക്കുന്നത്? അത് മരിക്കണതിന് മുന്നേ ചോദിക്കണായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛമ്മ എന്നെ കാളിയാക്കുന്നു. അവളത്തെ നോക്കുന്നു. പോയി പേടിപ്പിക്കേ. എന്താ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒഴിക്കണം. അവിടെ ബാത്റൂം, അങ്ങോട്ട് പൊക്കോ. നമ്മളാണോ ഇവിടെ നട്ടു നടക്കുന്നത്? നീയാണോ തട്ടുകട നടത്തുന്നത്? ഞാൻ തന്നെ. അതിനെന്താ? നീ ഇവിടുന്ന് ഒഴിയണം. ഞാനൊന്നും ഒഴിയില്ല. ഒഴിയില്ല? ഇല്ല. കൊച്ചമ്മേന്റെ ഒരു വേലയില്ല കൊച്ചമ്മ. എടാ നിന്നോട് ഒഴിപ്പിക്കാനല്ലേ പറയുന്നത്, പോയി ഒഴിപ്പിക്ക്. നീ ഒഴിയില്ലടി. നീ ഒഴിയില്ലേ? വല്ലാതെ കിടന്ന മുക്കല്ലേ, ഞരമ്പ് പൊട്ടിച്ചാവും. കൊച്ചമ്മ എന്റെ ഞരമ്പ് പൊട്ടിച്ചാവുമെന്ന്. എടാ നിന്നോട് ഒഴിക്കാനല്ലേ പറയുന്നത്, പോയി ഒഴിക്കടാ. ചേച്ചി ഒരു ഗ്ലാസ് ചായ കുടിക്ക്. എനിക്കൊന്നും വേണ്ട നിന്റെ ചായ. പക്ഷെ എനിക്ക് വേണം നിന്റെ ചായ. എടാ നിന്നോട് ഒഴിക്കാനല്ലേ പറഞ്ഞത്. ആദ്യം ഒഴിക്കട്ടെ, പിന്നെ ഇവളെ ഒഴിപ്പിക്കാം. കൊച്ചമ്മേ നോക്കിക്കൊണ്ടിരിക്കണ്ട, എന്നെ ഒന്ന് പൊക്കിത്താ. കൊമ്പത്തോട്ട് കയറ്റാണ്ട് താഴോട്ട് പിടിക്കും. കുടിച്ചോ? ആദ്യമായിട്ട് എന്റെ ചായ കുടിച്ചിട്ട് ഒരാൾക്ക് പേരിളകി. അയ്യോ ഇന്ന് ഈ കൊത്തത്ത് നടക്കൂത നാദ നോക്കാ. നടക്കൂലെന്നോ ഇവനെ കൊണ്ട്. എടാ പോയി ഒഴിപ്പിക്കടാ. നീ ഇവിടുന്ന് ഒഴിയൂലേ? ഇല്ല. ഇല്ല. എടാ എന്തു പറ്റി? ഇളകി ചായ. നേരത്തെ കുടിച്ച ചായ എന്റെ വയറ്റിന് പിടിച്ചില്ല. നേരത്തെ പറഞ്ഞ ബാത്റൂം അവിടെ. ബാത്റൂം അതവിടെ. അതെ പക്ഷെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഇന്നും കണ്ടവന്റെ പറമ്പടക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ സുനന്ദ കൊച്ചന്മാരെ നീ അറിയും. ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞ പോവില്ല. എടി നിന്റെ കട ഞാൻ പൂട്ടിക്കും. അയ്യോ നീ പൂട്ടിക്കണ്ട കേട്ടോ. രാത്രി 11 മണിയാകുമ്പോ ഞാൻ തന്നെ പൂട്ടിപ്പോക്കോ. എടി നിന്റെ ഭക്ഷണത്ത് മൊത്തം മായാടി. എടി നീ ഇപ്പോഴാടി വലിയ കൊച്ചമ്മയായത്. അവളുടെ മോൻ ദുബായി പോയി 10 പുത്തനുണ്ടാക്കിയപ്പോ അവൾക്ക് അങ്ങ് അഹങ്കാരം. ആ കാണുന്ന വീട് കണ്ടോ? ആ വീടിന് മുമ്പ് അവളുടെയൊക്കെ ഒരു പഴയ വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യുമ്പോ ഇവിടെ കെട്ടിയനും കൂടി തലയിലൊരു ചെരുവം കമത്തിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഓടി വരുമായിരുന്നു ഈ കടയുടെ മൂട്ടിലിരിക്കാൻ. എന്തിനാന്നറിയോ? മഴ നനയാതിരിക്കാൻ. അവളാണ് ഇപ്പൊ ഇത്രയും വലിയ അഹങ്കാരം കാണിക്കണത്. ഏടി നിന്നെ ഞാൻ ഇവിടുന്ന് ഒഴിപ്പിക്കും. ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ലടി. നിന്നെ ഇവിടുന്ന് കൊടുത്താൻ പറ്റും, ഞാൻ നോക്കട്ടെ. കൊച്ചമ്മയെ കൈ ചൂണ്ടി സംസാരിക്കുന്നേ. എടാ പോയ കാര്യം എന്തായി? ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാ. ഇനി നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ കടയോടെ ചവിട്ടി അങ്ങ് അടക്കും. കൈ ഇവിടെ. അയ്യോ കൈ മാറിപ്പോയി. അയ്യോ കൊച്ചമ്മേ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ചോര കാണുമെന്ന്. ചോര കണ്ട്. എടി ഇവിടെ ആരാ കടി ഉണ്ടാക്കുന്നത്? എടി നിന്റെ വീട്ടിലെ 2 എണ്ണം കെട്ട
പട്ടികളില്ലേ അതവിടെ ഒന്ന് കടി ഉണ്ടാക്കും. അതല്ല ഇവിടെ കഴിക്കുന്ന വട ആരുണ്ടാക്കുന്നത്? അത് കഴിഞ്ഞ മാസം ദുബായിക്ക് പോയ ശശി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വട കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതാണല്ലേ? ഇവിടെ 3 വർഷം മുമ്പുള്ള കേക്ക് ഇരിക്കുന്നത് അപ്പോഴവിടെ 2 മാസം മുമ്പത്തെ വട. കടയുടെ കാര്യം അവിടെ നിക്കട്ടെ. എടി ഈ കോഴി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് കോഴി നിർത്തിപ്പിടിച്ചത്. അയ്യോ എന്ത് ഇരുത്തി പൊറിക്കാൻ പാടില്ലായിരുന്നു. വെളിച്ചെണ്ണയിലോട്ട് പോയിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ കോഴി ഇരുന്നില്ല, അതുകൊണ്ട് നിർത്തി അങ്ങ് പോയി. എടി നിന്റെ കാട് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ട് പൂട്ടിക്കും. അയ്യോ പൂട്ടിക്കല്ലേ ഞാൻ പൂട്ടിക്കടി പോയി. ആരാണ് എന്റെ കൊച്ചമ്മയെ എതിർത്ത് സംസാരിക്കുന്നത്? എടാ ഇപ്പൊ പോയ കാര്യം എന്തായി? 5 രൂപയുടെ ബാൻഡേജ് വെച്ച് ഒട്ടിച്ചങ്ങ് നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇനി ഞാൻ ചമ്മന്തിയാക്കും. ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ അറിയോ? പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, ബീഫ് ഉണ്ടാക്കാൻ അറിയാം, ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അതെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കോ, ഞാൻ മാസം 10,000 രൂപ തരാം. ഒരു മിനിറ്റ് കൊച്ചമ്മേ, അവിടെ ജോലിക്ക് നീ 10,000 രൂപ തരാന്ന് പറഞ്ഞു. നീ എന്റെ കൂടെ എന്നാ നിനക്ക് ഞാൻ 15,000 രൂപ തരും. നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് ചപ്പാത്തിയാക്കും. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അറിയാം. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം, പുട്ട് ഉണ്ടാക്കാൻ അറിയാം, പൊറോട്ട അടിക്കാൻ വരെ അറിയാം. പൊറോട്ട അടിക്കാൻ അറിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുവോ, ഞാൻ മാസം 20,000 രൂപ വരും. ഒരു മിനിറ്റ് കൊച്ചമ്മേ, അവിടെ പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ 20,000 രൂപ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ഗുണ്ടാപ്പണി നിർത്തിയിട്ട് അവിടെ പൊറോട്ട അടിക്കാൻ പോവാ. അതെന്തിനാടാ നീ പൊറോട്ട അടിക്കാൻ പോകുന്നേ? എത്രയെന്ന് പറഞ്ഞ നാട്ടുകാരുടെ അടി കൊണ്ട് ജീവിക്കുക. ഇതാകുമ്പോ ഇനിയുള്ള കാലം പൊറോട്ട അടിച്ച് ജീവിക്കാലോ, അല്ലേ കൊച്ചമ്മേ? പിള്ളേരും സൂപ്പർ കിട്ടില്ല അഭിനയായിരുന്നു. എല്ലാരും ഒന്നിനൊന്നിനെ വെച്ച പൊളിച്ച്. എനിക്ക് ഇവനില്ലേ നമ്മളെ അശ്വജിത്തിന്, നമ്മളെ കൊച്ചി രാജാവ് സിനിമയിൽ 54 സിംഗമില്ലേ, 54 സിംഗം കറക്റ്റ് ഫീർ നോക്കിയ ഫേസിലോട്ട് നോക്കിയേ. മാനറിസം അല്ല, ഈ മാനറിസം ശരിക്കും ഇവിടെ ആരെങ്കിലും പറഞ്ഞു തന്നോ അങ്ങനെ ചെയ്യണം? അത് നീ കൈ നിന്നിട്ടാണോ? അത് വിഷ്ണുട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ ആണോ പിന്നെ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ പൂന്തി വിളയാടിക്കും. അതത്രേ ഉള്ളൂ. ആക്ഷനൊക്കെ ഇട്ട് ചിരിപ്പിച്ച് ബാത്റൂമിൽ പോയിട്ടുള്ള വരവാണ്. അതെ അല്ല, പക്ഷെ പോകുമ്പോ നല്ല പോക്കും വരവും കറക്റ്റ് പേരാ കൊടുത്തത്. അശ്വജിത്ത്. ഹോഴ്സ് ലൈക്ക് ഹോഴ്സ്. കോമഡി, കുതിര കോമഡി. അല്ല, ഞാൻ ഈ തട്ടുകട കണ്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മിക്കവാറും ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും പറ്റും. ഈ ബേക്കറി ജംഗ്ഷനിലെ തട്ടുകടയിൽ പോവാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ. ഞാൻ ആ ബേക്കറി ജംഗ്ഷനിലെ തട്ടുകടയിൽ ജോലി ചെയ്യുന്നിട്ടുണ്ട്. സിനിമ വണ്ടിച്ചോർ സിനിമയില് എന്റെ തട്ടുകടയായിട്ടായിരുന്നു അത്. ഞാൻ വന്നപ്പോ പഴയ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പൊ വേറെ കുറെ തട്ടുകട അതിന്റെ സൈഡിലേക്ക് ഒരുപാടായി ഇപ്പൊ. അതെ, ഒരുപാട്. ഒറ്റ വലിയ തട്ടുകട ഉണ്ടായിരുന്നു. നോൺ വെജ് ഒന്നുമില്ല, വെജ് മാത്രം ഉള്ളവരുണ്ടായിരുന്നു. രസവട ഉണ്ട് രാത്രി. രാത്രി നല്ല മറ്റേ വലിയ പാത്രത്തിൽ രസവട, ദോശ, ഒരിടത്ത് ഓംലേറ്റ്. കറക്റ്റ്. എന്റെ പൊന്നെ, അതിന്റെ ആ ഒരു സ്മെല്ലും മുളക് ചട്നി ആ വഴി കൂടെ പോകും. പപ്പടവും. അല്ല, നിങ്ങൾക്ക് തട്ടുകട എക്സ്പീരിയൻസ് ഇല്ലേ? എനിക്കുണ്ട്. ബോംബെയില് ഒബ്വിയസ്ലി ഇന്നും ഒരു നമ്മൾ പറയില്ലേ, നമ്മൾ സ്ട്രഗ്ലേഴ്സ് അല്ലെങ്കിലും ആ സ്റ്റാർട്ടിങ് ലൈഫ് ഇൻ ബോംബെ ഒരു 12 മണി കഴിഞ്ഞാൽ, ഒരു 11 മണി കഴിഞ്ഞ് ടിൽ ഒരു 6 മണി വരെ ബുർജി പാവ്, മുട്ട ബുർജി, ഈ പാവ്, ബ്രെഡിന്റെ പാവ്, അത് കിട്ടും ഫ്രഷ് നമ്മുടെ മുമ്പിൽ. ഇന്നും ജൂഹുലോ അല്ലെ കുറച്ച് സ്ഥലത്ത്, അതും ഈ സൊസൈറ്റിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക രാത്രി തട്ടുകട. അവരെല്ലാവർക്കും വലിയ വലിയ വീടുകളുണ്ട്, പക്ഷെ എന്തുണ്ടെങ്കിലും അവര് അത് ആ ഫ്രഷ് ബട്ടറിലും ഇതെല്ലാം ഉണ്ടാവും. ടു ഗുഡ്. ജസ്റ്റ് ആ ബുർജി പാവ് മാത്രം കഴിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് ആൾക്കാർ അവിടെ വരും. അതാണ് ഏറ്റവും. ആൻഡ് ഭയങ്കര ചീപ്പാണ്. നിങ്ങൾ തട്ടുകടയിലൊക്കെ പോറുണ്ടോ മക്കളെ? പോറുണ്ടോ? ഇഷ്ടപ്പെട്ട എന്താ തട്ടുകടയിൽ? വരുമ്പോ തന്നെ പോകും. നമുക്ക് ഇവരോട് പോകണോ? തൊട്ടപ്പുറത്ത്. ഡൈനയുടെ എക്സ്പീരിയൻസ് കേൾക്കട്ടെ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശ, സാമ്പാർ, ചട്നി, മുളക് ചട്നി, പപ്പടം, ഓംലെറ്റ്, പിന്നെ ചിലപ്പം ചിക്കൻ റോസ്റ്റ് കാണും, രസവട കാണും. ഇതെല്ലാം കൂടെ വേണം. നല്ല അത് ബീഫ് ഫ്രൈ ഏത് കളർ ആയിരിക്കണം എന്നറിയാവോ? ഈ കറുപ്പിനും ബ്രൗണിനും ഇടയ്ക്കുള്ള കളർ.
കറുപ്പിനും ബ്രൗണിനും ഇടയ്ക്കുള്ള ഒരു കളർ. അല്ല കറുപ്പിലോട്ട് എത്തിയിട്ടില്ല. മനസ്സിലായി, നന്നായിട്ട് വഴറ്റി റോസ്റ്റിന്റെ ഒരു സാധനത്തിന്റെ ഒരു ഫ്ലേവറിലേക്ക്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്കിറ്റ് ഗംഭീര സ്കിറ്റ് ആയിരുന്നു. ഇതുപോലെ അടുത്ത ആശയമായിട്ട് വീണ്ടും വരാം. തുടങ്ങാം. വാമപ്പ് ചെയ്തില്ലേ ഒരു സുഖമില്ലടാ. അതാ സർവീസ് ചെയ്യട്ടെ, ഫസ്റ്റ് സർവീസ്. അതിനടുപ്പം ലോങ് ആണേ. ഓ എന്തോ ലോങ്ങാ ദേണ്ട. ഇനി എന്റെ ഒരു പെനാൽറ്റി. അടുത്തത് വേറെ ഇന്റർനാഷണൽ ഷോട്ടാണ്. അതെ എറണാകുളത്താണ് താമസം. എങ്ങനെ മനസ്സിലായി? കൊതുകിനെ കൊല്ലുന്നുണ്ട്. ടയേർഡായി, ക്ഷീണിച്ചോ? ക്ഷീണിച്ച്. എന്നാ പിന്നെ ഇനി വിശ്രമിച്ചിട്ട് മുന്നോട്ട് പോയാ പോരെ? ക്ഷീണം തോന്നി അത് പറയണോ ആദ്യം? ഓ ഇന്ന് നമ്മളൊരു 10 മിനിറ്റ് കൂടുതൽ കളിച്ചെന്ന് തോന്നൂല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കളിക്കുന്നത്? നമ്മളിങ്ങനെ ശബ്ദമുണ്ടാക്കി കളിക്കുന്നത് പറഞ്ഞാൽ ഇതിന്റെ താഴെ ഒരു വീടുണ്ട്. എന്റെ ഭാര്യയുടെ കൂട്ടുകാരി അവിടെയാണ് താമസം. അവളല്ലേ പറഞ്ഞു കൊടുക്കൂ, യുവമാർ ഇവിടെ ചുമ്മാതെ കസേരയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ശബ്ദം കേൾക്കുമ്പോ അവർ വിചാരിക്കും ഇവിടെ പൊരിഞ്ഞ കളി നടക്കുകയാണെന്ന്. ഓഡിയോ മാത്രം, വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല. ഓഡിയോ കേട്ട് മനസ്സിലാക്കട്ടെ. വേറൊരു കാര്യമുണ്ട്. എന്ത് പറ്റി? ഇത് കണ്ട, എന്താ എന്തോരം കഷ്ടപ്പാട് അനുഭവിക്കുന്ന സാധനമല്ലേ ഇത്? അതെന്തോ അങ്ങനെ പറഞ്ഞു? അടി കിട്ടുന്നു, ചന്തിക്കെട്ടിങ്ങനെ അടി കിട്ടുമ്പോ അവിടെ വന്ന് വീണ്ടും അവിടത്തെ ഇവിടുന്നും ചന്തിക്ക് അടി കിട്ടി അങ്ങോട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കഷ്ടമല്ലേ എന്റെ കാര്യം? ഭയങ്കര കഷ്ടമാണ്. ഇതിനേക്കാൾ കഷ്ടമാണ് എന്റെ കാര്യം. എന്റെ ഭാര്യയുടെ എന്റെ അമ്മയുടെ ഇടയ്ക്കും കിടന്ന് ചന്തിക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്തോരം എവിടൊക്കെയാ മേടിച്ച് കിട്ടുന്നെന്ന് നിനക്കറിയാമോ? ഇതിനേക്കാൾ കഷ്ടമാണ് എന്റെ അവസ്ഥ. എന്റെ ഭാര്യക്ക് എന്നെ ചെറുതായിട്ട് സംശയമുണ്ട്. ഒക്കെയോ? എന്നെ കൂടെ കാണിക്ക ആളാരാ? അതല്ല പിന്നെ ഞാനിവിടെ വന്നിട്ടേ വേർക്കാതെ തിരിച്ചു പോകുന്നു അവള് പറയുക. ആര് പറഞ്ഞു വീർക്കുന്നില്ലാന്ന്? ഇന്നലെ കണ്ടതുപോലല്ല, നീ ഇന്ന് നന്നായിട്ട് വീർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു മത്തങ്ങ ബലൂണിനേക്കാൾ നീ വീർത്തിട്ടുണ്ട്. വീർക്കുന്നില്ലെന്നല്ല പറഞ്ഞത്, പിന്നെ വേർക്കുന്നില്ല. ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വേർത്തില്ലേ? വീർക്കുന്നില്ലെന്ന്. വീർക്കുന്നില്ലെന്ന്. അതിന് ബുദ്ധി വേണം, ബുദ്ധി. നീ കണ്ടാ കണ്ടാ പൈപ്പ് കണ്ടാ? പൈപ്പ്. ഞാൻ ഇവിടുന്ന് കളി കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ പൈപ്പിന്റെ ചെട്ടി ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെയൊക്കെ ദേഹത്ത് മൊത്തം തളിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. അവൾ കാണുമ്പോ വിചാരിക്കും ഞാൻ കളിച്ച് ക്ഷീണിച്ച് വീർത്ത് കുളിച്ച് വരികയാണെന്ന്. ബുദ്ധിമാനെ, ബുദ്ധി പ്രയോഗിക്കണം. പിന്നെ ഈ ബുദ്ധി നിന്റെ ഭാര്യയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഞാനാണിത് പറഞ്ഞു തന്നൊന്നും നീ പറയരുത്. നിന്റെ ഭാര്യ വന്ന് എന്നെ തെറി വിളിക്കും. അവിടെ മുമ്പിൽ നിന്ന് ഞാൻ വെട്ടി വീർക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഇത് ഷട്ടിലാണോ അതോ കരോട്ടയാണോ? അല്ല, ജാക്കിച്ചാന്റെ വായിന്ന് വരുന്ന സൗണ്ടൊക്കെ നിങ്ങളുടെ വായിന്ന് വരുന്നു. അത് ഈ ബ്രീത്ത് തന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒരു പവർ കിട്ടുന്നു. ഓ അത് ശരി ശരി. കോക്കെന്തേ? കോക്കെന്തേ? അശ്വന്തേ കോക്ക് എടുത്തുകൂടെ? കോക്കോ? അശ്വന്ത് കോക്കല്ല, അശ്വന്തേ ആ കോക്ക് എടുത്തു കൊടുക്കാൻ. ഇന്നലത്തെ കോക്ക. കൊക്കും കൊളക്കോഴിയൊന്നും അല്ലത്. തൂവലുണ്ടെന്നേ ഉള്ളു, അത് കൊക്കല്ല. ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഞാനും പേടിച്ചു പോയി. ഇവൻ എന്നെ കളിക്കാൻ വല്ലതും വിളിക്കുവോന്ന് കോക്ക് തിരക്കിയപ്പോ. ഇതിടുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ കടിച്ചു മുറുകിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ ഇന്ന് കൊറേ നേരമായി വിശ്രമം തുടങ്ങിയിട്ട് കൊറേ നേരം ആയോ? ശ്രമം നീ വന്നാ ചോദിക്കട്ടെ, ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇപ്പൊ എത്ര 1.5 ആഴ്ച അല്ലേ? 1.5 ആഴ്ച. വയറ് ചാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മാസം കഴിയുമ്പോ താടി ഇവനിങ്ങനെ വരും. വളർത്തി ഞാൻ വലുതാ. അതാണ് ഞങ്ങളുടെ ക്ലബിന്റെ ഒരു ഗുണം. ഇന്നലെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറയാണേ, ഡെയിലി വന്ന് ഷട്ടിൽ കളിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ ചുമ്മാതാ. അങ്ങനെയാണെങ്കിൽ പി വി സിന്ധുവിന് കൊളസ്ട്രോൾ പറയണ്ടേ? പി വി സിന്ധുവിന് കൊളസ്ട്രോൾ ഉണ്ടോ? പി വി സിന്ധുവിന് കൊളസ്ട്രോൾ ഉണ്ടോ? പി വി സിന്ധു അവര് കൊളസ്ട്രോൾ കുറയാനാണ് ഇത് കളിക്കുന്നത്. അല്ല, ഈ പി വി സിന്ധു ഏതാണ്?
അറിയില്ലേ? PV സിന്ധുവിനെ അറിയത്തില്ലേ? PT ഉഷയുടെ സഹോദരി. ആ അങ്ങനെ ബന്ധമുണ്ടോ അവര് തമ്മില്? ഉണ്ട്. ഉണ്ടല്ലേ? ആ ഉണ്ട്. ആ അത് അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു അങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഡോക്ടർ പറഞ്ഞ വേറെയാണ്. എന്താണ്? എനിക്ക് വൈറ്റമിൻസിന്റെ കുറവാന്ന് പറഞ്ഞു. നിനക്ക് വൈറ്റമിൻസിന്റെ കുറവ്. ഏതൊക്കെ? ABC കുറവാന്ന്. ABCയോ? ABCയോ? A for ആപ്പിൾ, B for ബീട്രൂട്ട്, C for കാറ്റ്. കാറ്റോ? ക്യാരറ്റ്. ക്യാരറ്റ്. ആ എന്റെ അടാവേ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ ചന്തയിൽ ചെന്നു. ഈ ഫ്രൂട്ട്സിനും ഈ പച്ചക്കറിക്കൊക്കെ എന്നാ വിലയാ. ഞാൻ അപ്പുറത്തെ കട ചെന്നിട്ട് 2.5 കിലോ ചിക്കനും ഒരു 2 കിലോ കപ്പയും മേടിച്ചിട്ട് ഒരു പെരട്ടൻ കപ്പ അങ്ങോട്ടാക്കി കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വെട്ടി അടിച്ചിട്ട് ഇത്ര ആക്കിയാ അപ്പൊ ഏറ്റവും ഇസഡ് വരെയുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ വിഷമിക്കേണ്ട കേസില്ലല്ലോ. ഇല്ല, നമുക്ക് തുടങ്ങാം. ഈ ഡോക്ടർമാർ പറയുന്നൊന്നും അങ്ങനെ വിശ്വസിച്ചുകൂടാ. എന്റെ വീടിനടുത്തൊരു പയ്യന് അവൻ എന്തോ ഒരു അസ്വസ്ഥത വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. നശിപ്പിക്കുവോ അത്? ഇല്ല ഇല്ല ഇല്ല. അവൻ എന്തോ ഒരു അസ്വസ്ഥത വന്നിട്ട് ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പൊ ഡോക്ടർ അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു നാര് ചേർന്ന ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. നാരുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. എന്റെ അവൻ വീട്ടിലോട്ട് വന്നിട്ട് 2 തേങ്ങയുടെ തൊണ്ട് ചതച്ചാന്ന് അങ്ങ് തിന്നു. എന്നിട്ടെന്തോ ഇവിടുന്ന് ഇങ്ങോട്ടുമില്ല ഇവിടുന്ന് താപ്പോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ അവൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് 5 മണിക്കൂർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 5 മണിക്കൂർ ഓപ്പറേഷൻ. എക്സ്റേ എടുത്തപ്പോ എന്തുവാ കുടലും പണ്ടും എല്ലാം ചകിരിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പിന്നെ അവിടുന്ന് സാധനമെല്ലാം വലിച്ചു വെളിയിലിട്ടു. സർവ്വ നേഴ്സുമാരെയും വിളിച്ചു വരുത്തിയിട്ട് ഓരോന്നാരും വലിച്ചിളക്കി കളഞ്ഞിട്ടാണ് പിന്നെ അത് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടത് അവനെ. അപ്പൊ ഡോക്ടർമാർ പറയുന്നത് എല്ലാം വിശ്വസിക്കണമോ? എല്ലാം വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കാൻ പാടില്ല. അവന്റെ പേര് നാരകത്തര നാരായണൻ. അതാണ്. ക്ഷീണിച്ചു, നിങ്ങൾ വീട്ടിൽ പോയാലോ? നേരത്തെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതെന്താ? ഒരു 10 മിനിറ്റ് ലാഗ് ചെയ്തിട്ട് നമുക്ക് പോകാം. 10 മിനിറ്റ് കഴിഞ്ഞു പോകുന്നത്? 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. ഞാൻ അങ്ങ് ചെന്നിരുന്നാ മതി. നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലാഗാവും. അതാണ്. ഹലോ 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 ഹലോ. നീ എന്താണ് ഇപ്പൊ എന്നെ ഹലോ പറയുന്നത്? നീയല്ലേ ഹലോ പറഞ്ഞത്? ഞാനാണോ ഹലോ പറഞ്ഞത്? ഞാനല്ലേ ഹലോ പറഞ്ഞു. അതെ, എന്നെ കൂടെ കളിക്കാൻ കൂട്ടുവോ? ഇങ്ങോട്ട് വരൂ. സാധാരണ ഞങ്ങള് പെൺപിള്ളാരെ ഉൾപ്പെടുത്തി പാമപ്പ് ടൈമിലാ വന്നത്. പെൺകുട്ടികളെ ഉൾപ്പെടുത്തി ഞങ്ങള് കളിക്കാറില്ല. അതെ അതെ അതെ. ആര് പറഞ്ഞു? ഈ ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അത് തീരുമാനം മാറ്റി. ന്യൂ അഡ്മിഷൻ പെൺകുട്ടികൾക്കുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പൊ എനിക്കും കളിക്കാം. എന്ത് പേര്? പേര് ഹെന്ന. ഹെന്നയോ? അതെ. അത് തലയിൽ തേക്കുന്നതല്ലേ? വീട് വീട് നമ്മുടെ ആ സ്റ്റോപ്പില്ലേ, എന്നെ അവിടുന്ന് ആ വളവ് തിരിഞ്ഞിങ്ങ് തിരിയുമ്പോ ഗിരിജ ചേച്ചിയുടെ വീടിന്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ മറ്റേ ശ്രീദേവിയുടെ വീടല്ലേ? ശ്രീദേവിയുടെ വീടിന്റെ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു പോക്കറ്റ് റോഡില്ലേ? അവിടെ ശ്രീവിദ്യയുടെ വീടിന്റെ നേരെ പുറകു വശത്തെ സന്ധ്യയുടെ വീടിന്റെ വീടിന്റെ സൈഡിൽ കാണുന്ന ഡയാനയുടെ എരുത്തിലിന്റെ. അതെ അതെ, അവിടെ കാണുന്ന അതിന്റെ പുറകിലല്ലേ ചിന്നമ്മ ചേച്ചി? ചിന്നമ്മ ചേച്ചിയുടെ പുറകിൽ കാണുന്ന പച്ച പെയിന്റ് അടിച്ച വീട്. അതിന് തൊട്ട് ഫ്രണ്ടിൽ സേതാമേനന്റെ ചായക്കടയല്ലേ? അതിപ്പോ അടച്ചു. എന്താ കളർ പെയിന്റ് ആയിരുന്നു വീട്? അവിടെ ഒരു ബുൾഷിറ്റ് ഗ്രീൻ പെയിന്റ് അടിച്ച വീടാണോ? ചാണാപ്പച്ച. ആ വീട് തന്നെ. പയറുപച്ചെന്നും പറയും. പഴുത്ത പ്ലാവലിയുടെ കളർ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ബാക്ക്ഗ്രൗണ്ട് മൊത്തം നിങ്ങൾക്ക് അറിയാല്ലേ? അറിയാം. എന്തായാലും പിന്നെ ഹെന്ന ഇന്ന് എന്റെ ടീമിൽ കളിച്ചോട്ടെ. എന്നെ ഞാനും ഒരു ടീം. വേണ്ട, ഞാനാണ് സീനിയർ. വരൂ, പ്രസിഡന്റ് പറയുന്നത് ഒരു കാര്യം ചെയ്യും. നീ ഇന്നലെ വന്നതേ ഉള്ളൂ. നിന്നെ സസ്പെൻഡ് ചെയ്യാനും എനിക്ക് അധികാരമുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുക്കും. ഞാനും കുട്ടിയും കൂടെ. ഇല്ല, ഞാൻ പ്രസിഡന്റ് തീരുമാനിക്കുന്നതാണ് ഇവിടെ മുഖ്യം. ഞാൻ പറയട്ടെ, ഒരു റൗണ്ട് എന്നോട് കളിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് നിങ്ങളോട് കളിക്കാം. അത് ശരിയാ. അതിനെന്നെ കുഴപ്പം? നല്ലത്. എന്നോട് കളിക്കട്ടെ. ഓക്കെ അല്ലേ? സമാധാനിക്കുക. അവസരം ഉണ്ടല്ലോ. അപ്പോ ഹെന്ന, നമ്മൾ രണ്ടും ഒരു ടീമാണ്. അവർ രണ്ടും ഒരു ടീം. ഇന്ന് ഡബിൾസ് കളിക്കാം. ഓരോ കളിക്ക് മുമ്പ് ഞാനൊന്ന് ഹഗ് ചെയ്യും. അയ്യോ, അതെന്തിനാ? അത് എന്താണ്, ഒരു എനർജി ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് മാച്ച് പിന്നെ ചെയ്യണ്ടേ? കെമിസ്ട്രി വർക്കൗട്ട്. ഓരോ ഹഗ് കഴിയുമ്പോഴും നമ്മുടെ കെമിസ്ട്രി വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കും. അത് വേണ്ട. അയ്യോ, അതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു കോള് വരുന്നേ. അതെ, ചുമ്മാ ആക്രാന്തം കാണിക്കരുത്. അതല്ല ഞാൻ പറയട്ടെ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. പ്രസിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓക്കെ ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ വിളിക്കാം. എന്താ? ഇപ്പൊ വിളിക്കാം.
പറയുന്നതൊക്കെ രണ്ടുപേരും ശരി, സാർ, suspend ചെയ്ത് കളയും ഞാൻ. അതെ രമേനെ സുമേനെയും കൂടെ കളിപ്പിക്കുവോന്ന്. രമേനെ സുമേനെയും കൂടെ അതിനെന്താ രമേനും സുമേനും കൂടെ കളിപ്പിക്കാമല്ലോ. വിളിച്ചു പറയട്ടെ. അങ്ങനെ ഒരു പ്രശ്നവും ഇവിടില്ല. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? ഇവിടെ ഞാനാണ് പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഓക്കേ, ഓക്കേ. എന്നാ ഒരു കാര്യം ചെയ്യും, രമയും സുമയും നമുക്ക് എടുക്കാം. ഹലോ, എന്നോട് ഓടിവാ ഓടിവാ ഓടിവാ. വാക്ക് മാറരുത്. ഒരു വാക്ക് മാറ്റമില്ല. നീ ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കായിരുന്നു മതി. എന്താണ്? നല്ല മാച്ചായി. സുമ എനിക്ക്, രമ എനിക്ക്. ചേട്ടാ ചേട്ടാ, ഓ രമേശ് സുമേൻ വന്നു. രമേശ് സുമയോ? അവരെ വിളിക്കൂ. രമേശ് സുമയുടെ അയ്യോ, കൊണ്ടുവിടാൻ വന്നാണോ? ഇത് രമ, രമേശ് എന്റെ ഹസ്. ഇത് സുമ, സുമേഷ് എന്റെ ബ്രദർ. അതാ രമേശ് സുമേൻ. തുടങ്ങാം അപ്പൊ നമുക്ക്. പിന്നെ ചേട്ടാ, ഈ ചേട്ടനെ ഓരോ കളിക്കും മുമ്പ് ഇങ്ങനെ hug അങ്ങനെയൊന്നുമില്ല, ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ഇല്ല 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 ഇല്ല. വേണ്ട, ഞാൻ ഇല്ലാത്തതായില്ല. ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ കെമിസ്ട്രി വർക്കൗട്ട് ആയ സ്ഥിതിക്ക് നമുക്കങ്ങ് കളി തുടങ്ങിയാലോ? കളി തുടങ്ങാൻ വരട്ടെ. ആ, കെമിസ്ട്രി വർക്കൗട്ടായി, പക്ഷെ ബാക്കിയൊന്നും വർക്കൗട്ട് ആവുമോ തോന്നുന്നു. എന്ത് പരിപാടിയാണ് കാണിച്ചു? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണത്? ഞാൻ ഇടിച്ചില്ലല്ലോ. നീ ഇടിച്ചില്ല, പക്ഷെ ഞങ്ങൾ ഇടിക്കുമല്ലോ. ക്ലച്ച് പിടിക്കണ്ടേ? ഇവന്റെ രണ്ട് കൈയും പിരിച്ചങ്ങ് വിട്ടാലാ. എന്നെ പിരിച്ചു വിടാനായിട്ട് ഇത് സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? ഉണ്ടല്ലോ. എന്താടാ പിന്നെ ഫ്രണ്ട് നോക്കാൻ പറ്റൂല? എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണത്? സ്പീഡിലാണോ വണ്ടി ഓടിക്കണത്? ഞാനൊന്നും ചെയ്തില്ല. ഞാനൊരു 150-160 സ്പീഡില് പതുക്കെ വരായിരുന്നു. അപ്പൊ വന്ന് അമ്മച്ചി അങ്ങോട്ട് വെട്ടിയടിച്ച് വീണ്. നിന്റെ വണ്ടി ഇടിച്ച്? ഇല്ല, ഇടിച്ചിട്ടില്ല. അമ്മച്ചി വണ്ടി ഇടിച്ചില്ല? അമ്മച്ചി വണ്ടി ഇടിച്ചില്ല മക്കളെ, ആ വണ്ടീന്റെ കാറ്റായിട്ട് ഞാൻ തെറിച്ച് വീണതാ. വണ്ടിയുടെ കാറ്റടിച്ചപ്പോ അമ്മ താഴെ പോയി. അതെങ്ങാനും ഇടിച്ചായിരുന്നെങ്കിൽ അമ്മ പൊടിഞ്ഞ് കാറ്റത്ത് പറന്നു പോയായി പോയത്. നീ ഏതാടാ? നിന്റെ വീടാ പറ. എന്റെ വീടാ മറ്റേ ശ്മശാനത്തിന്റെ മതിലിന്റെ പുറകേല്. അപ്പൊ നിനക്ക് സൗകര്യമല്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മതിലെടുത്ത് ചാടിയാ മതിയല്ലോ. എടാ അതുപോലെയാണ് അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 5-8 കിലോമീറ്റർ ഞങ്ങൾ ചുമക്കണം. നിങ്ങൾ രക്ഷപ്പെട്ടില്ല. ആവശ്യത്തിന് അമ്മച്ചി ചോക്കണ്ടല്ലോ, പിന്നെ നിങ്ങൾ നോക്കണ്ടല്ലോ. അമ്മച്ചി ചോക്കണ്ട, ഞങ്ങൾ നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ഒരു ക്ലൂ തന്നാ മതിയാ. ക്ലൂവാ? അല്ല, ഞാൻ ചോദിച്ചപ്പോഴും എനിക്ക് ക്ലൂ കിട്ടിയിട്ടുള്ളതാ. അച്ഛന്റെ പേര് പറയാ. എന്താ സുധൻ? എന്നാ സുധനാ? എന്താ സുധനല്ല, എന്നാ എന്നെ സുധൻ. എന്നെ സുധൻ ഏതാ? സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി. ആ ബ്രോതന്റെ എടാ, അവന് സൗദി അറേബ്യയിൽ എന്താ പണി? പുള്ളി ആട് ഫാമിലി ആയിട്ട് നടക്കാണ്. ആട് ഫാമിലിയാ? മുട്ടനാടാ പുള്ളി. അതല്ല, ആട് ഫാമിലി അല്ല, ആട് ഫാമില്. ആട് ഫാമിലി. അവനവിടെ ഗൾഫിൽ ആട് ജീവിതം, മോൻ ഇവിടെ വണ്ടിയും കൊണ്ട് റോഡ് ജീവിതം. എത്ര രൂപ വണ്ടിക്ക്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയുടെ വണ്ടിയാ? 2 ലക്ഷം രൂപ. അത് കൊള്ളാം. അവൻ ഗൾഫിൽ പോയിട്ട് ഒരു വീട് പോലും വെച്ചിട്ടില്ല. 2 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു കൊടുത്താണ്. സംഭവം എന്താണെന്നറിയാമോ? ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് വേണമെന്ന് അച്ഛനോട് വാശി പിടിച്ചു. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്. അപ്പൊ അച്ഛൻ മേടിച്ചു തരൂല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാശി പിടിച്ചു. സുധന്റെ വാശി അറിയല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരാഴ്ച പട്ടിണി കിടന്നു. ആ വാശിക്ക് അച്ഛൻ 2 ആഴ്ച പട്ടിണി കിടന്നു. എന്റെ വാശി. പക്ഷെ എന്റെ വാശി ജയിച്ചു. അവസാനം ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പൈസ അച്ഛൻ. സംഭവം മനസ്സിലായ കുട്ടിയുണ്ടാ? ഇവന്റെ അച്ഛനെ ഗൾഫിൽ 2 ആഴ്ച പട്ടിണി കിടന്നിട്ട് മിച്ചം പൈസ കൊണ്ടാണ് ഇവന് ഡൗൺ പേയ്മെന്റ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ ഇപ്പൊ ശീലമായി അച്ഛന്. ഇപ്പൊ മാസത്തിൽ 4 ദിവസമൊക്കെ അച്ഛൻ പട്ടിണി എടുക്കും. EMI എടുക്കണ്ടേ? അമ്മച്ചി വല്ലതും വേണ? മക്കളെ തൊണ്ട നനയ്ക്കാൻ എന്താ കൊണ്ട മക്കളെ? ഒരു തുണി നനച്ചു കൊണ്ടുവരണം, അമ്മച്ചിയുടെ തൊണ്ടാക്കിടണം. തുണി നനച്ചിടാ, ഞാൻ തൊണ്ട വലിച്ചെടുക്കുന്ന തൊണ്ടയ്ക്ക് നനയ്ക്കത്തിന് വെള്ളം കൊണ്ടടാ.
ആ വെള്ളം വേണോന്ന്. ഉണക്കൊക്കെ ഒരു മനസാക്ഷി ഉണ്ടോ? ഞാൻ അവിടെ കിടക്കല്ലേ, വെറും എങ്ങനെയാടാ എന്റെ തൊണ്ടയിൽ കൂടെ ഇറങ്ങുന്നത്? പോയിട്ടൊരു കുലുക്കി സർബത്ത് വാങ്ങിക്കൊണ്ടടാ. ഈ സർവത്ത് വേണോ? ബഡ്ജറ്റ് കൂട്ടിയാണ് ഇതിൽ വന്ന് ഇടപെട്ടത് തലവേദന. നീ ഞാൻ കാര്യം ചെയ്യട്ടെ, ഈ വണ്ടിയൊക്കെ എടുത്ത് കത്തിക്കട്ടെ. കത്തിച്ചു വിട്ടോ, പക്ഷെ എന്നെ പോലെ കൺട്രോൾ വേണോട്ടാ. ബ്രേക്ക് ഇല്ല, ഞാൻ തന്നെ റോട്ടിൽ ഉപ്പുറ്റി വരച്ചിട്ടില്ല. എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കണത്? പതിവ് ഓടിക്കാൻ പാടില്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ത്രില്ലല്ലേ. പിന്നെ റോഡ് സൈഡിലൊക്കെ പോടണ്ടല്ലേ, സ്പീഡ് ത്രില്ല് ബട്ടിക്കില്ല. ഇതങ്ങനെ കാണുമ്പോഴല്ല ഭയങ്കര ത്രില്ലാണ് ഞങ്ങൾക്ക്. ഈ സമയത്ത് വണ്ടിയുടെ ഇടയിൽ കൂടി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി കിട്ടില്ല ഇങ്ങനെ 100, 110, 100, 110 പിന്നെ വണ്ടി കൊല്ലാൻ വരുന്നേ. വണ്ടി ഇടിച്ച് അമ്മച്ചിനെ കൊല്ലാൻ നോക്കണം. ഞാൻ സെയിം ആക്സിഡന്റ് കാണിച്ചാണത്. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി ചെല്ലുമ്പോഴല്ല ഒരൊറ്റ വെട്ടിക്കലാണ്. ഇങ്ങനെ വെട്ടിക്കുമ്പോ ഈ ആൾക്കൂട്ടത്തിലുള്ള ഒരു ഞെട്ടാണ്. ആൾക്കാർ ഞെട്ടും. ആ ഞെട്ടല് കാണുമ്പോ ഞങ്ങൾക്ക് ഒരു ത്രില്ലാണ്. അപ്പൊ ഈ ഞെട്ടലിന് വേണ്ടിയാണ് ഈ 2 ലക്ഷം രൂപ മുടക്കി നീ വണ്ടി മേടിച്ചത്. അതായത് 100 രൂപയുടെ ഓലപ്പടക്കം മേടിച്ച് പോക്കറ്റ് ഇട്ടാ പോരെ? ഫോൺ വഴിക്ക് എറിഞ്ഞങ്ങോട്ട് പൊട്ടിക്കണം, അപ്പൊ ആൾക്കാർ ഞെട്ടത്തില്ലേ? ഞാൻ ഞെട്ടില് പറ്റൂല. അപ്പൊ നാട്ടുകാർ പഞ്ഞിക്കിടൂലേ? ഇത് ഞെട്ടിച്ചിട്ടാണ് വിട്ടങ്ങോട്ട് പോകും ഞങ്ങൾ. അതൊക്കെ ഒരു ത്രില്ലാണത്. അപ്പൊ നിനക്ക് തല്ല് കിട്ടാതെ ത്രില്ല് കിട്ടണം. ഞങ്ങൾക്ക് ഒരു ത്രില്ല് വേണ്ടേ? അയ്യോ കിട്ടുന്നില്ലേ, കിട്ടുന്നില്ല, കിട്ടുന്നില്ല. ശ്വാസം കിട്ടണില്ലേ? അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വേണേ കുറച്ച് കൊണ്ടേക്കോ. എടാ, ഞാൻ നേരത്തെ പറഞ്ഞ കുലുക്കി സർബത്ത് കിട്ടുന്നില്ല. ഈ സർവത്തേന്ന് പിടി വിട്ടിട്ടില്ല അമ്മച്ചി. അതെ, ഇവിടെ എങ്ങും കുലുക്കി സർവത്ത് കിട്ടൂല. കിട്ടൂല. എന്നാ വേണ്ട മക്കളെ, രക്ഷപ്പെട്ടടാ. അതെ നിങ്ങള് പോയിട്ട് ഒരു ഷാർജ ഷേക്ക് വാങ്ങി വാ. ഷാർജ ഷേക്ക് വൈകും, ഫ്ലൈറ്റ് ലേറ്റ് ആവുക. ഷേക്ക് വന്നല്ലോ. ഒരു കാര്യമുണ്ട്, ഇവരിങ്ങനെ കടത്തിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇൻഷുറൻസ് കിട്ടുള്ളൂ. എടാ, ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും എല്ലാം കുടിക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മച്ചിയുടെ എല്ലാം കൂടെ അടിച്ചു കൊടുച്ചാലോ? ശരിയാണ്, വല്ലതും കിട്ടണമെങ്കിൽ കിട്ടത്തില്ല. അമ്മച്ചി, അമ്മച്ചി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. വല്ലതും പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. അമ്മച്ചിയുടെ കാൽപാദത്തിന് വേദന, കാൽമുട്ട് വേദന, ഇടുപ്പ് വേദന, നടുവേദന, ഉടുക്ക്, ചതവ്, അങ്ങനെ ചൊറിച്ചിൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ഇവിടെ കൊട്ടൻ ചുക്കായി തല നിൽക്കാൻ പറ്റും? അതിനും കൗണ്ടറാ. ഇത് കിടന്നത് നന്നായിട്ട് എഴുന്നേറ്റ് നിന്നായിരുന്നെങ്കിൽ നമ്മളെ കൗണ്ടറിനടിച്ച് കൊന്നേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എത്തിയേട്ടാ കൃത്യസമയത്ത്. ടൈമിംഗ്. അതെ, ആരെയാ വണ്ടി ഇടിച്ചേ? അതായത് ഇവന്റെ വണ്ടിയാണ് അമ്മച്ചിനെ ഇടിച്ചത്. അതെ, MIT എവിടെ? എന്തോ ഇവന്റെ വണ്ടി ഇടിച്ച MIT കാണുമല്ലോ ഇവിടെ. MIT കാണുന്നില്ല. കള്ളിനേലും വലുതാണല്ലോ വന്നേക്കണത്. അതെ, MIT അല്ല, അമ്മച്ചി. ഇവന്റെ വണ്ടി അമ്മച്ചിനെ ഇടിച്ച്. ഈ അമ്മച്ചിന് വണ്ടി ഇടിച്ചോ? വണ്ടി ഇടിച്ചില്ല, വണ്ടി ഇങ്ങനെ പോയപ്പോ വണ്ടിയുടെ കാറ്റടിച്ച് താഴെ പോയി. അമ്മച്ചി, ഈ വയസ്സാങ്കാലത്ത് എന്തിനാ കാറ്റടിക്കാൻ പോണ വണ്ടിക്കൊക്കെ? വയസ്സാങ്കാലത്ത് എന്തിനാ അമ്മച്ചി കാറ്റടിക്കുന്നേ? ഈ കാറ്റടിച്ചെന്ന് പറയുമ്പോ ഊതിയാണോ കാറ്റടിച്ചത്, അതോ പമ്പ് വെച്ചിങ്ങനെ വരണ്ടായിരുന്നു? അങ്ങനെ കാറ്റടിച്ചിട്ടല്ല, ഞാനൊരു 160 സ്പീഡിൽ പതുക്കെ പോയിരുന്നു. അപ്പൊ അതിന്റെ വണ്ടർ സ്പീഡിന്റെ ഒരു കാറ്റില്ലേ, ആ കാറ്റടിച്ചിട്ട് അമ്മച്ചി തെറിച്ചു വീണു. ഓവർ സ്പീഡ്. അപ്പൊ കേസെടുക്കേണ്ടി വരും. കേസെടുക്കേണ്ടി വരും സാറേ. നിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുത്തുതന്നെ. ബുക്ക് ഉണ്ട്, പേപ്പർ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കണ്ട്. ഇവനെന്ത് വണ്ടറാണ്, നീയൊക്കെ ഇത്രയും വലിയ സെറ്റപ്പിൽ നടക്കണ്ട. ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞ പോലെയാണ്. ബുക്കുണ്ട്, പേപ്പർ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കണമെന്ന്. എടാ മണ്ട, ആ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറിയ പോരെ, അപ്പൊ ബുക്കും പേപ്പറും ആയില്ലേ? അല്ല സാറേ, ഇതിനും പേര് ഇതായിരുന്നു. ഇനി നിന്റെ പേര് ഞാൻ കേസെടുക്കും കേട്ടാ. അതെ, നിന്റെ പേര് കേസെടുക്കും ഞാൻ ഉറപ്പായിട്ടും. അയ്യോ, കേസെടുക്കല്ലേ. എന്താ സീനാവും. ഞാൻ പുറത്തേക്ക് പോകാൻ മെഡിക്കൽ എടുത്താക്കിയാണ്. വിദേശത്തേക്ക് പോകാൻ വിളിക്കുന്ന പയ്യനാ. അല്ല, അങ്ങനെ പുറത്തേക്കല്ല. പിന്നെ 2 ദിവസമായിട്ട് വൈറ്റ് ചെയ്ത് പോണില്ല. അപ്പൊ മെഡിസിൻ കഴിച്ചിരിക്കുകയാണ്. അതിൽ ആ മൂഡ് നോക്കി പിടിച്ച് ഓടിക്കണത്. ഇവിടെ നിന്നാ സീനായി പോവാണ്. നടക്കിയല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അല്ല സാറേ, കോംപ്രമൈസ് ചെയ്യണം നല്ലത്. കോംപ്രമൈസ് ചെയ്യല്ലേ? പിന്നെ കോംപ്രമൈസ് ചെയ്യാം. കോംപ്രമൈസ് ചെയ്യാം. ഞാനേ അമ്മച്ചോട് സംസാരിക്കാം. അമ്മച്ചി, മക്കളെ എടാ, നീ പിന്നെ അമ്മച്ചിനെ ഇടിച്ചു തെറിപ്പിച്ച. ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു നോക്കിയേ, അമ്മച്ചി എന്താ ഇവിടെ നടക്കണ? അവിടെ നിറച്ചുറുമ്പ മക്കളെ, നിന്ന് കരയാൻ പറ്റുന്നില്ല. കടയിൽ പോയിട്ട് ഒരു ഉറുമ്പിന്റെ ചോക്ക് മേടിച്ച് വട്ടം വരച്ച് അതിനകത്ത് ഇട്ട്, അല്ലെങ്കിൽ അമ്മച്ചിനെ ഇനിയും കാണാണ്ടാവും. അമ്മച്ചി, ഇവിടുത്തെ സംഭവം അറിഞ്ഞല്ലോ. നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോവാ. അപ്പൊ അമ്മച്ചിക്ക് എന്ത് കിട്ടണം? അയ്യോ, എനിക്ക് എന്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടി. അപ്പൊ ഇനി കിട്ടാനുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കും എന്തെങ്കിലും കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എന്ത് വർത്താനാണ് സാറേ? ഇവന്റെ പേരിൽ കേസെടുക്കാം. അപ്പൊ ഇവന്റെ എന്തെങ്കിലും കിട്ടുമല്ലോ. ഇവന്റെ വണ്ടിയെ നോക്കട്ടെ ഞാൻ. അയ്യോ അയ്യോ,
അയ്യോ അയ്യോ എന്താ സാറേ ഇത് എന്റെ മകന്റെ വണ്ടിയാ. സാറിന്റെ മോന്റെ വണ്ടിയാ? എന്റെ സ്വന്തം മകന്റെ വണ്ടി. അയ്യോ എന്നിട്ട് മകൻ എവിടെ? എവിടെ മകനെ? അച്ഛാ ഇതോ അച്ഛാ ഇതോ അച്ഛാ ഇതോ. അച്ഛാ എവിടെയായിരുന്നു അച്ഛാ ഇത്രയും കാലം? എവിടെയായിരുന്നു അച്ഛാ ഇത്രയും കാലം? എന്നെ മനസ്സിലാക്കാൻ കേവലം ഒരു വണ്ടിനപ്പുറം വേണ്ടി വന്നില്ല അച്ഛാ. അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോ കേവലം ഒരു ക്ലൂ തന്ന് സമാധാനിപ്പിക്കുമായിരുന്നു എന്റെ പൊന്നപ്പച്ചി. ഇവനേതാ? എനിക്കറിയാമോ? ഇവൻ എന്റെ മകനൊന്നുമല്ല. സാറിന്റെ മോനപ്പോ ഏതാ? എന്റെ മോൻ ശത്രു. ആ സ്വന്തം മോൻ വരെ ശത്രുവാണ്. എന്റെ മകൻ എന്റെ ശത്രുവാണെന്നല്ല പറഞ്ഞത്. എന്റെ മകന്റെ പേരാ ശത്രുഖാൻ. ആ ശത്രുഘ്നൻ. സാറിന്റെ മോൻ ശത്രുഘ്നന്റെ വണ്ടി എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു? എങ്ങനെ വന്നു നിന്റെ കയ്യിൽ? ശത്രു എന്ന് പറഞ്ഞാൽ എന്റെ പിത്രല്ലേ, ചങ്കുപ്രോ. ഞാൻ അവന്റെ ഇപ്പോരാന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടായിട്ട് എടുത്തിട്ടുണ്ടോ. അപ്പൊ സാറേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാറിന്റെ മോന്റെ പേരിലുള്ള വണ്ടിയാണ്, അവന്റെ പേരിൽ വേണം കേസെടുക്കാൻ. എന്റെ മകന്റെ പേര് കേസെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകന്റെ പേര് കേസ് എടുക്കത്തില്ല ഞാൻ. അതെന്താ സാറ് പോലീസായോണ്ടല്ലേ മകന്റെ പേര് കേസെടുക്കാത്തത്? അതല്ലെന്ന്, പിന്നെ ഈ വണ്ടി എന്റെ പേരിലാ. സാറിന്റെ പേര് കേസെടുക്കണം. അപ്പൊ സാറിന്റെ പേര് കേസെടുക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കും ദോഷം വരാത്തൊരു കാര്യം പറയാം. ഈ കേസ് അങ്ങോട്ട് നമുക്ക് തേച്ച് മാറ്റി കളയാം. ഒരു വിഷയമില്ല, പൊക്കോ, എല്ലാരും പൊക്കോ. നടക്കൂല. എന്താ ഈ കേസിൽ ഇപ്പൊ 2 സാക്ഷികളുണ്ട്. കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടിയല്ലോ. കിട്ടി. ഞങ്ങൾക്ക് എന്തായാലും കിട്ടിയാലേ ഞങ്ങൾ സമ്മതിക്കും. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാ ഒരു വിഷയമില്ല. കിട്ടാനുള്ളത് കിട്ടണം. ഇങ്ങോട്ട് വാ. നീ പോടാ. ആരാ നീ? ഞാൻ ഉണ്ണിയേട്ടൻ. അപ്പൊ നീ ഇത്ര നാളെ പറ്റിക്കായിരുന്നല്ലേ? അല്ലെന്ന് ഉണ്ണിയേട്ടൻ. അടി കിട്ടിയായിരുന്നു. നീ പോടാ. നീ എന്നാ കാണാൻ നിക്കോ? നീ പോ. അല്ല പിന്നെ പോലീസുകാരൻ്റെ കളി. അല്ല ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനും പോടാ. ഒരു കുലുക്കി സർബത്തും ഷാർജും കിട്ടി കഴിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് വെറുതെ അഭിനയിച്ച് തകർത്ത്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് വല്ലതും കലക്കി കുടിക്ക. അമ്മേ വെൽക്കം ബാക്ക് എവരിവൺ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. പരിപാടി വളരെ സിമ്പിൾ ആണ്. ഇത്തവണ ഐ തിങ്ക് ശ്വേത ചേച്ചി ആയിരിക്കും സ്കോർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഗെയിം. എന്താണ്? അതായത് ശ്വേത ചേച്ചി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെക്കാട്ടിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ശ്വേത ചേച്ചി. അതാണ് പ്രശ്നം. അപ്പൊ ഈ ഇടയ്ക്ക് തന്നെ നമ്മള് ശ്വേത ചേച്ചിയുടെ ഒരു വീഡിയോ നമ്മള് കുറെ ഇങ്ങനെ കൊലാജ് പോലെ കണ്ടപ്പോഴത്തേക്കും അയ്യോ ഇത് ശ്വേത ചേച്ചി ആണോ എന്ന് വരെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് ചോദിച്ചു പോയി. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ ഫോട്ടോസ് നമ്മൾ കാണിക്കും. ഒരു പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ലുക്ക് നമുക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ ലുക്കിലെ ഫോട്ടോസ് ആയിരിക്കും കാണിക്കുന്നത്. പണ്ട് അവർ ഏത് സിനിമയിലായിരിക്കും അഭിനയിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് ക്യാരക്ടർ നെയിം അറിയാമെങ്കിൽ ക്യാരക്ടർ നെയിം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ പേര് അറിയാമെങ്കിൽ പേര്, അല്ലെങ്കിൽ അഭിനയിച്ച സിനിമ. ഓക്കെ എങ്കിൽ നമുക്ക് ആദ്യത്തെ വ്യക്തി ആരാന്നുള്ളത് നോക്കാം. ഓവർ ടു ദ വാട്ട്. ഹലോ മൂവിയിലെ ലാലേട്ടന്റെ ഹീറോ. ഒറ്റ മൂവിയെ ചെയ്ത് ഭയങ്കര ചേഞ്ച് അല്ലേ? തെലുങ്കിലാണ് കുറെ പെടണ്ടായിരുന്നു, ഇപ്പൊ അമേരിക്ക പോയി. പക്ഷെ ഭയങ്കര സുന്ദരിയായിരുന്നു. ഇത് എന്തൊക്കെയോ ചെയ്തു. ഇപ്പോഴത്തെ ലുക്കാണ്. അന്ന് കുറച്ചുകൂടി യങ് ആയിരിക്കുമല്ലോ, ഇപ്പൊ കുറച്ചും കൂടെ ഇയേഴ്സ് പാസ് ബൈ. നോ ആ പഴയ ഫോട്ടോടെ ഒന്ന് കാണിക്കാം. അതന്നെയാണ് ഉറപ്പാ. നോക്കാം, പഴയ ഫോട്ടോ നമുക്ക് നോക്കാം. പേരറിയോ? പേരറിയില്ല. അറിയില്ല. പാർവതി മിൽട്ടൺ. എനിക്ക് അറിയായിരുന്നു പാർവതി മിൽട്ടൺ. അപ്പൊ ഇപ്പൊ സംഭവം പിടി കിട്ടിയല്ലോ. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് ഇനി അടുത്ത ആരാന്നുള്ളത് നോക്കാം. അടുത്ത ആക്ട്രസിന്റെ ഫോട്ടോ നോക്കാം. ഇവള് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണ്. ഇപ്പൊ ഷീസ് എൻ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫർ. വെട്ട മൂവിയിലെ ഹീറോയിൻ. അതെ നോക്കാം. വെട്ടം. പേര് ഭാവന പാനി. ഭാവന പാനി. ദാറ്റ്സ് എ നെയിം. അടുത്ത നമുക്ക് നോക്കാം. നെക്സ്റ്റ് പൂജ ബാന്ദ്ര. എത്രയോ പടം. പൂജ ബാന്ദ്ര. ചന്ദ്രലേഖ. മേഘത്തില്. ചേച്ചിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഐ നോ, ഷീ ഈസ് മൈ ഫ്രണ്ട്. എവിടെയുള്ള പരിചയമാണത്? നമ്മള് റൂംമേറ്റ്സ് ആയിരുന്നു. മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയദർശനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് ഞാനാണ് വിരാസത്തിന്റെ മുമ്പേ. അങ്ങനെ കൊറേ. ഏത് മൂവിക്കായിരുന്നു അത്? വിരാസത്ത് ഹിന്ദി. എത്ര വർഷത്തെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അത്? We are still friends. That's nice. ഇതിന്റെ ഇടയ്ക്ക് ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നേ. മറ്റേ ആത്മാർത്ഥ സുഹൃത്ത് തളർന്നു കിടക്കുമ്പോ പാട്ടും പാടി വന്ന അമ്മുമ്മക്കിളി വായ
ഓക്കെ, നമുക്ക് അതിലും പഴയ ഫോട്ടോയും കൂടെ ഒന്ന് കാണാം. ഭയങ്കര ചേഞ്ച് അല്ലേ? നമുക്കിടെ ഒരു മേഘത്തിലുണ്ടായിരുന്നു. ആണാണ്. അതുപോലെ ജയറാമേട്ടന്റെ കൂടെ ഒരു മൂവിയിലുണ്ടായിരുന്നു. യെസ്, നൈസ്. ഇനി അഖിലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ കാണിക്കാം. അതെനിക്കറിയാം. ദീപ അല്ല, സുപർണ. വൈശാലി. 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 വൈശാലി ഇഷ്ടമുള്ള ഒരു മൂവി അല്ലേ? ആണ്. വൈശാലി, ഞാൻ ഗന്ധർവൻ. അത് ഞാൻ ഗന്ധർവല്ലേ? രണ്ടുപേരാള് തന്നെയല്ലേ? വൈശാലി. വൈശാലി ആയിരുന്നു എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിന്റെ ഫസ്റ്റ്. യെസ്. ആൻഡ് ദെൻ ഞാൻ ഗന്ധർവൻ. ഇതൊക്കെ പറയുന്ന കറക്റ്റ് ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. പഴയ ഒരു ഫോട്ടോ കാണട്ടെ. ഇനി ശരിക്കും അഖിലിന്റെ ഫേവറേറ്റ് ഉള്ള ആളെ കാണിച്ചു തരാം കേട്ടോ. ഇത് തമാശയായിട്ടുള്ള ശരിക്കും ഉള്ളതാണേ. ലെറ്റ്സ് ദീപ നായർ. ഓ യെസ്. ദീപ നായർ. പ്രിയം. ആറ്റിൽ പൊക്കെ കളിക്കുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ടോ. അങ്ങനെയൊക്കെ വരും, അവര് വലിയ നടിയല്ലേ. ചാക്കോച്ചന്റെ അടുത്ത് ഭയങ്കര ആരാധന കൊണ്ട് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ആ പടത്തിൽ കറക്റ്റ് ആണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണോ എന്നുള്ളത് നോക്കാം. അഖിൽ, യുവർ ഫേവറേറ്റ് മൂവി ആണോ എന്നും കൂടെ നമുക്ക് ദീപ നായർ. ലെറ്റ്സ് സീ. പ്രിയം. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും ഗംഭീരമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പക്ഷെ ശ്രീവിദ്യന്റെ ഫേവറേറ്റ് പറഞ്ഞില്ല. അതായത് മഴവില്ല് വന്നിട്ടൊരു പടം ഉണ്ടായിരുന്നു ചാക്കോച്ചന്റെ. ചാക്കോച്ചൻ വിനീതേട്ടന് അതില് ആക്ട് ചെയ്ത പ്രീതി ജംഗ്യാനി, മീൻസ് മൊഹബത്ത് എന്ന യശ്രാജിന്റെ പടം ചെയ്ത കുട്ടി. കാണണോ? ഇപ്പോഴത്തേലൊക്കെ കാണണോ? കാണണം. ഉറപ്പാണോ? കാണണം. നോക്കോ. ഇപ്പോഴത്തെ ഫോട്ടോ ആണ്. പഴയ ലുക്ക് കൂടെ നമുക്കൊന്ന് കാണാവേ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മൾ അന്ന് കണ്ടു പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ലുക്ക് കാണുമ്പോഴാണ് നമ്മൾ ഇത് അതാണല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? പിന്നെ 1991 അനശ്വരം സിനിമയില് മമ്മൂക്കന്റെ അനശ്വരം ഇതില് പിന്നെ 17 വർഷം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത്. പിന്നെ പോയിട്ടില്ല, ഇവിടെ തന്നെ. ആരാന്ന് മനസ്സിലായില്ലേ? പിന്നെ പോയിട്ടില്ല. മൂക്കിലൊരു മൂക്കുത്തിട്ടുണ്ട്. ഇപ്പൊ വലിയൊരാളാ. ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാമാണ്. അപ്പൊ എല്ലാരും നന്നായിട്ട് സ്വീറ്റ് ഡ്രീംസ്, നന്നായിട്ട് ഉറങ്ങുക. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.